എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ ക്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പെർസെന്റേജിന്റെ ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? നമുക്കറിയാം പെർസെന്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മുടെ ഈ ഒരു നെറ്റ് എക്സാമുകൾക്ക് അല്ലെ? നെറ്റ് എക്സാമിന് എപ്പോഴും പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് ആവശ്യം വരുന്ന ഒരു സാധനമാണ്. കാരണം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ? മിക്കവാറും പകുതി മുക്കാലും ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് എന്ത് റിലേറ്റഡ് ആയിരിക്കും? പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. പ്ലസ് അതല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റ് 5 ചോദ്യങ്ങളിലും ചില സമയങ്ങളിൽ പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കടന്നു വന്നേക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് പേപ്പറിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻ 27% ഓഫ് 400 അല്ലെ? 27% ഓഫ് 400 നമുക്ക് കാണണം. 400ന് 27%ആണ് കാണേണ്ടത് അല്ലെ? അപ്പൊ നമുക്കറിയാം 27% എന്ന് പറഞ്ഞാൽ 27/100 ഇൻറ്റു 400 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും അല്ലെ? അങ്ങനെ നമുക്ക് എഴുതി ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് മനക്കണക്കായി എങ്ങനെ ഇതിന്റെ പെർസെന്റേജുകൾ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെ? സോ എങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റാം? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം 27% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% മൈനസ് 3% അല്ലെ? ഒന്നുകിൽ 20% കണ്ടുപിടിച്ച് അതിനോടൊപ്പം 7% കൂട്ടും, അല്ലെങ്കിൽ 30% കണ്ടുപിടിച്ച് അതിന് 3% കുറയ്ക്കാം. അപ്പൊ ഇവിടെ 30% മൈനസ് 3% ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര പെർസെന്റേജ് കിട്ടും? 27% കിട്ടും അല്ലെ? അപ്പൊ എത്രയാണ് 400ന്റെ 30%? അതാണ് ആദ്യത്തെ ചോദ്യം അല്ലെ? 400ന്റെ 30% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 400ന്റെ 10% എന്ന് വെച്ചാൽ ഏതൊരു സംഖ്യയുടെയും 10% കാണാൻ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? പോയിന്റ് എവിടെയാണ് ആ സംഖ്യയിൽ കിടക്കുന്നത് നോക്കുക. 400 എന്ന് പറയുമ്പോൾ പോയിന്റ് കിടക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. പോയിന്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലെ? അപ്പൊ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 40 0 എന്ന് വായിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് 40 ആയിരിക്കും 10%. ഏതൊരു സംഖ്യയുടെയും 10% കണ്ടുപിടിക്കാം. ജസ്റ്റ് പോയിന്റ് ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 10% കിട്ടും. അപ്പൊ എത്രയാണ് 10%? 10% 40 ആണ്. 30% എത്രയായിരിക്കും? 10% 40 ആണെങ്കിൽ 10% ഇൻറ്റു 3 അല്ലേ 30% അല്ലെ? 10% 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 30% കിട്ടും. അപ്പൊ 40 ആണ് 10%. ആ 40നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടാം? 120 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 30% 120 ആണല്ലോ. 30% 120 ആണെങ്കിൽ 3% കാണാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. 30%ഉം 3% തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇവിടെ ഒരു പോയിന്റ് കയറി വന്നാൽ നമുക്ക് 3% ഒന്നും വായിച്ചൂടെ? 30യുടെ ഇടയ്ക്ക് ആ 0ത്തിന് മുമ്പായിട്ട് ഒരു പോയിന്റ് ഇട്ടു 3.0 ദാറ്റ് മീൻസ് 3% ആയി അല്ലെ? അപ്പൊ അതേപോലെ ഇവിടുത്തെ സംഖ്യയിലും അതേപോലെ പോയിന്റ് ഇട്ട് കൊടുക്കുക. അതായത് ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് 3% കിട്ടും. അപ്പൊ 30% കണ്ടുപിടിച്ച് 3% കണ്ടുപിടിക്കേണ്ടി വന്നാലും 40% കണ്ടുപിടിച്ച് 4% കണ്ടുപിടിക്കേണ്ടി വന്നാലും 55% then 60% 6% ഇതൊക്കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. എത്രയാണോ ഇപ്പൊ ഇവിടുത്തെ കേസിൽ 30% എത്രയാണോ അതിലൊരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് 3% കിട്ടും. അപ്പൊ 120 മൈനസ് എത്രയാണ്? 12.0 എന്ന് പറഞ്ഞാൽ 12 എത്രയായിരിക്കും? 120 12 കുറച്ച് കഴിഞ്ഞാൽ കിട്ടാം. ഞാനത് ഇങ്ങനെ എഴുതി ചെയ്തത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും 30% മൈനസ് 3% ചെയ്യേണ്ടി വരും. 30% 120 ആയിരിക്കും. കാരണം 10% 40 ആണ്. 40 into 3 120 മൈനസ് 12 എന്നുള്ളത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അത് മനക്കണക്കായി കിട്ടും. ആദ്യത്തെ കുറച്ച് പ്രാവശ്യം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കാര്യമാക്കണ്ട. ഓക്കെ, മെല്ലെ മെല്ലെ ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പീഡ് കൂട്ടും. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്പീഡ് കൂടും. അങ്ങനെ പല കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇതിനേക്കാളും എളുപ്പത്തിൽ ഞാൻ എഴുതി കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ എളുപ്പത്തിൽ നമുക്കിത് കിട്ടും. നമ്മളത് ബൈഹാർട്ടായി മനക്കണക്കായി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ നമുക്കിത് എളുപ്പത്തിൽ കിട്ടും. 120 12 പോയാൽ എത്രയാ? 120 12 പോയാൽ 120 10 പോയാൽ 110 ഒരു 2 കൂടെ പോയാൽ 108. സോ അപ്പൊ എത്രയായിരിക്കും? 27% ഓഫ് 400 108 ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇഫ് 20% ഓഫ് എ നമ്പർ ഈസ് 170 അല്ലെ? 20% ഓഫ് എ നമ്പർ ഈസ് 170 ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്രയാണ്? 50% കണ്ടുപിടിക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? 20% 50% പറയുമ്പോൾ നമുക്കറിയാം രണ്ട് 20% അതിനോടൊപ്പം ഒരു 10% കൂട്ടിയതാണ് 50% അല്ലെ? 20% പ്ലസ് 20% പ്ലസ് 10% കൂട്ടി നമുക്ക് 50% കിട്ടില്ലേ? 20 20 40 പ്ലസ് 50 അല്ലെ? കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 20% എത്രയാ? 20% ഓട്ടോമാറ്റിക് ഓൾറെഡി തന്നത് 170 ആണ്. അടുത്ത 20% 170 ആണ്. ദെൻ 10% എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 20% 170 ആണെങ്കിൽ അതിന്റെ നേരെ പകുതി ആയിരിക്കില്ലേ 10%? എത്രയാണ് 170ന്റെ പകുതി? 170ന്റെ പകുതി 160ന്റെ പകുതി ആണെങ്കിൽ 80 ന്റെ പകുതി 5 സോ 85 ആയിരിക്കും 170ന്റെ പകുതി.
സോ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 170, 170, 340, 345, 425 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 20% എന്ന് പറയുന്നത് 170 ആണെങ്കിൽ എത്രയായിരിക്കും ഇതിന്റെ 100%? നമ്മൾ എങ്ങനെ 100% കണ്ടുപിടിക്കും? നമുക്കറിയാം 20% എന്ന് പറയുന്നതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 100% കിട്ടും അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 170/20 × 100 ചെയ്താലും മതി കേട്ടോ. ഇവിടെ എത്ര വരാം? 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 170 ആണെങ്കിൽ 20 × 5 ചെയ്താൽ നമുക്ക് 100% കിട്ടില്ലേ? 100% എന്ന് വെച്ചാൽ അതേ സംഖ്യ അല്ലേ കിട്ടുക? അപ്പൊ അതേപോലെ 170 5 കൊണ്ട് ഗുണിക്കുക. 170 × 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 850 എന്ന് കിട്ടും. 850 100% ആണെങ്കിൽ 50% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇതിന്റെ പകുതി 850ന്റെ പകുതി എത്രയാ? 425. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ കാൻഡിഡേറ്റ് ഹാസ് ടു ഒബ്റ്റെയിൻ മിനിമം 33% ഓഫ് ദ ടോട്ടൽ മാർക്സ് ടു പാസ്. അല്ലെ? എത്ര മാർക്ക് വേണമായിരുന്നു? 33% മാർക്ക് കിട്ടിയാലാണ് ആ കുട്ടിക്ക് ജയിക്കാൻ വേണ്ടി പറ്റുക. അല്ലെ? ഹി ഗോട്ട് 25% ഓഫ് ദ ടോട്ടൽ മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 40 മിനിറ്റ്സ്. അല്ലെ? 25% മാർക്ക് കിട്ടുകയും 40 മാർക്കിന്റെ കുറവ് കാരണം ആ കുട്ടി തോറ്റുപോവുകയും ചെയ്തു. സോ അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചേ, 25% കിട്ടി. ശരിക്കും എത്ര ശതമാനം കിട്ടിയാലായിരുന്നു ജയിക്കുക? അല്ലെ? അതായത് 25% കിട്ടി പ്ലസ് എത്ര കിട്ടിക്കഴിഞ്ഞാൽ ഒരു 40 മാർക്ക് കൂടെ കിട്ടിയാൽ ആ കുട്ടി ജയിക്കുമായിരുന്നു. ജയിക്കാൻ എത്ര പെർസെന്റേജാ വേണ്ട? 33% വേണ്ടത് അല്ലെ? 25%നോടൊപ്പം 40 കൂട്ടുമ്പോൾ നമുക്ക് അതിന്റെ 33% കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലെ? 25% മാർക്ക് കിട്ടി, 40 മാർക്കിന്റെ കുറവ് കൊണ്ട് തോറ്റു മീൻസ് ആ 40 കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടിക്ക് എത്ര ശതമാനം കിട്ടുമായിരുന്നു? ജയിക്കാൻ വേണ്ടിയിട്ടുള്ള 33% കിട്ടുമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്രയായിരിക്കും ഈ 40 എന്ന് പറയുന്നത്? 40 എന്ന് പറയുന്നത് 25% + 40 എന്ന് പറയുമ്പോഴാണ് 33% കിട്ടുമെങ്കിൽ 25%നോടൊപ്പം എത്ര ശതമാനം കൂട്ടുമ്പോഴാണ് 33% കിട്ടാം? 8% അല്ലേ? സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ 40 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 8%. സോ 8% 40 ആണെങ്കിൽ, അതായത് ആ മാക്സിമം മാർക്കിന്റെ 8% എന്ന് പറയുന്നത് 40 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത്? വേറൊരു വഴിയുണ്ട്. ഇങ്ങനെ 8നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 40 കിട്ടാന്ന് ആലോചിച്ചാലും മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ 8നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 40 കിട്ടും? 5 കൊണ്ട് ഗുണിച്ചാൽ പിന്നെ ഒരു 2 0 കൊണ്ട് ഇട്ട് കൊടുക്കുക. സോ മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 500 ആയിരിക്കും. അതായത് ഇത്ര ശതമാനം ഇത്രയാണെന്ന് പറഞ്ഞു, എന്നിട്ട് അതിന്റെ 100% കാണണം, അല്ലെങ്കിൽ ആ സംഖ്യ കാണണം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ആ ശതമാനത്തിന് മുമ്പിലുള്ള സംഖ്യ ആയിട്ടുള്ള 8നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 40 കിട്ടുമെന്ന് ആലോചിക്കാം. 8നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 40 കിട്ടാം? 5 കൊണ്ട് ഗുണിച്ചാലല്ലേ? അപ്പൊ 5 ഇടുക, എന്നിട്ട് 2 0 ഇട്ട് കൊടുക്കുക. സോ എത്രയായിരിക്കും? 500 ആയിരിക്കും ആൻസർ. അതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. 8% 40 ആണെങ്കിൽ അല്ലെ? 8% 40 ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിന്ന് 1% കാണുന്നു. 1% കാണാൻ ഇതിനെ 8 കൊണ്ട് ഹരിക്കൽ ചെയ്യണ്ട. അപ്പൊ ഇവിടെയും 8 കൊണ്ട് ഹരിക്കണം അല്ലേ? അപ്പൊ 1% എത്ര കിട്ടാം? 40/8 എന്ന് പറയുമ്പോൾ 5 എന്ന് കിട്ടും. 1% 5 ആണെങ്കിൽ ഇതിനെ 100% ആക്കാൻ വേണ്ടിയിട്ട് 2 0 ഇട്ട് കൊടുക്കണ്ടേ? സോ അതേ പണി തന്നെയാണ് അവിടെ ചെയ്തത്. അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അതായത് 8നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 40 കിട്ടുന്ന ആലോചിച്ചു. 5 അല്ലെ? അതായത് ഹരിക്കണേന് പകരം 40നെ 8 കൊണ്ട് ഹരിക്കണേന് പകരം നമ്മൾ 8നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 40 കിട്ടുന്ന ആലോചിച്ചു. 5 കൊണ്ടാണ്. ആ 5 അവിടെ എഴുതി 2 0 അവിടെ ഇട്ട് കൊടുത്തു. അതായത് ഇൻറ്റു 100 കൂടെ ചെയ്യണതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? 2 0 അവിടെ ഇട്ട് കൊടുത്തു. സോ അപ്പൊ എത്ര വരിക? 500 ആയിരിക്കും ആൻസർ. സിമ്പിൾ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് എ നമ്പർ ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 10% ആൻഡ് ദെൻ ഡിക്രീസ്ഡ് ബൈ 10%, ദി നെറ്റ് ചേഞ്ച് ഈസ് എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനത്തെ ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്, ഒരു നമ്പറിനെ ആദ്യം 10% കൂട്ടുകയും എന്നിട്ട് 10% കുറയ്ക്കുകയും ചെയ്താൽ എന്താണ് നെറ്റ് ചേഞ്ച് എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് ആദ്യം ഒന്ന് ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് കുറച്ചുകൂടെ അവിടെ എളുപ്പം കേട്ടോ. എല്ലാത്തിലും നമുക്ക് ഇക്വേഷൻ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ചില കാര്യങ്ങളിൽ ഇക്വേഷൻ ആയിരിക്കും വളരെ എളുപ്പം. അപ്പൊ നമ്മൾ ഇക്വേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൺസെപ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടെ 10% ആദ്യം ഇൻക്രീസ് എന്ന് പറയുമ്പോൾ സപ്പോസ് നമ്പർ 100 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്പർ 100 ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ എടുത്തു നമ്പറിനെ എത്രയായിട്ട് എടുത്തു? 100 ആയിട്ട് എടുത്തു. നമ്പർ ഇസ് ഈക്വൽ ടു 100. ഓക്കെ, ദെൻ അതിന്റെ 10% ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞാൽ എത്രയാ? 100ന്റെ 10% എത്രയാ? 10 കൂടി. അപ്പൊ 100ന്റെ ഒപ്പം 10 കൂട്ടി. ഇപ്പൊ എത്രയായി? 110 ആയി അല്ലെ? ഈ 110ന്ന് ഒരു 10% കുറയ്ക്കണം. ദെൻ ഡിക്രീസ്ഡ് ബൈ 10% പറയുമ്പോൾ ഈ 110ന്റെ 10% കുറഞ്ഞു. അപ്പൊ 110ന്റെ 10% കുറഞ്ഞു പറഞ്ഞാൽ എന്താ അർത്ഥം? 110ന്ന് 110ന്റെ 10% ആയിട്ട് 11 കുറയ്ക്കണം അല്ലെ? അപ്പൊ 110 മൈനസ് 11 എത്രയാ? 99 കിട്ടും. അപ്പൊ ഉണ്ടായിരുന്ന നമ്പർ 100 ആയിരുന്നു. അതിപ്പോ എത്രയായിട്ട്? ആദ്യം 10% കൂടി, പിന്നെ 10% കുറഞ്ഞപ്പോ എത്രയായിട്ട് കുറഞ്ഞു? 99 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചിരിക്കണത്? 1% ഡിക്രീസ് സംഭവിച്ചിരിക്കണം. ഒന്ന് കുറഞ്ഞു അല്ലെ? 100ന്റെ കേസ് ആയതുകൊണ്ട് ഒന്ന് കുറഞ്ഞു മീൻസ് 1% ഡിക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് 1% ഡിക്രീസ് എന്ന് വരും.
ഇത് എങ്ങനെ കണ്ടുപിടിക്കാം, എളുപ്പത്തിൽ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യം എ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 10% എന്ന് പറയുമ്പോൾ +10 ആയിട്ട് എടുക്കാം. ഓക്കെ, ദെൻ ഡിക്രീസ്ഡ് ബൈ 10% പറയുമ്പോൾ -10 ആയിട്ട് എടുക്കാം. ഇൻക്രീസിനെ +10ഉം ഡിക്രീസിനെ മൈനസ് ആയിട്ട് എടുക്കാം. ഇൻക്രീസ് ചെയ്തെന്ന് പറയുമ്പോൾ പ്ലസ് ആയിട്ട് എടുക്കാം, ഡിക്രീസ് ചെയ്തെന്ന് പറയുമ്പോൾ മൈനസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം 10% ഇൻക്രീസ് ആയി, അപ്പൊ 10, പിന്നെ 10% ഡിക്രീസ് ആയി -10. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇവിടെ പ്ലസും ഇവിടെ മൈനസും അല്ലേ, ആദ്യത്തെ ഈ കേസിൽ ഇവിടെ പ്ലസും പിന്നെ മൈനസും അല്ലേ, പ്ലസ് ഇൻറ്റു മൈനസ് ഗുണിച്ചാൽ എന്താ കിട്ടുക, മൈനസ്. അതിവിടെ എഴുതാം. ഓക്കെ, എന്നിട്ട് ആ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യം എഴുതാം, എന്നിട്ട് ഡിവൈഡഡ് ബൈ 100 എഴുതാം. ഓക്കെ, അതായത് 10% കൂടി 10% കുറഞ്ഞു എന്ന് പറയുമ്പോൾ +10 -10, then പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 10 × 10 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അതെല്ലാം അവിടെ അങ്ങനെ തന്നെ വരും, എത്ര കൂടി ഇൻറ്റു എത്ര കുറഞ്ഞു, അല്ലെങ്കിൽ എത്ര കുറഞ്ഞു ആ ഒരു സംഭവം. ഓക്കെ, 10 × 10 ബൈ താഴെ എന്താ എഴുതേണ്ട, 100 എഴുതാം. അപ്പൊ നമുക്കറിയാം 10 - 10 0 ആയിട്ട് പോയി. ഇവിടെ ഈ 2 0 വെട്ടിക്കളഞ്ഞപ്പോ -1 ആ കിട്ടി അല്ലെ. -1 മീൻസ് 1% ഡിക്രീസ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര സംഭവിച്ചേക്കണം, 1% ഡിക്രീസ് സംഭവിച്ചേക്കണം അല്ലെ. ഇതേ സംഭവത്തിൽ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, സപ്പോസ് ഒരു ആദ്യം ഒരു 20% ഇൻക്രീസ്. ഓക്കെ, അപ്പൊ +20 എന്ന് എടുത്തു. ദെൻ ഒരു 10% ഡിക്രീസ് ആയി, അപ്പൊ -10 എന്ന് എടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്കറിയാം +20 -10 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ദെൻ 20 × 10 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെ വേണ്ടി പോകും, 0 0 0 0. നെറ്റ് ചേഞ്ച് എത്രയാ നമ്മൾ നോക്കാൻ പോണേ. 20 10 പോയ എത്രയാ, 10 - 2, 2 × 1 എന്ന് പറയുമ്പോൾ 2 അല്ലേ വരിക, അപ്പൊ 10 - 2 എത്ര വരും, 8%. ഇവിടെ പ്ലസ് അല്ലേ കിട്ടുന്നത് അല്ലെ, ആൻസർ പ്ലസ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലെ. 20 10 പോയ 10 - 2 8, അപ്പൊ 8% പ്ലസ് ആയതുകൊണ്ട് ഇൻക്രീസ് സംഭവിച്ചു എന്നെഴുതും. ഓക്കെ, ഇനിയിപ്പോ ഇതേ സംഭവം സപ്പോസ് ആദ്യം ഒരു 20% ഇൻക്രീസ് നടന്നു അല്ലെ, പിന്നെ ഒരു 5% ഇൻക്രീസ് നടന്നു. അങ്ങനെയാണെങ്കിൽ നെറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 20 + 5, രണ്ടും പ്ലസ് അല്ലേ, പ്ലസ് എഴുതുക, എന്നിട്ട് 20 × 5 / 100 എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ 0 0 വെട്ടിപ്പോയി, പിന്നെ 2 × 5 10, ഇവിടെ 10 വെട്ടിപ്പോയി, ബാക്കി ഒന്നും അവിടെ ഉള്ളത് അല്ലെ. അപ്പൊ 20 5 25 1 26% ഇൻക്രീസ് ആയിരിക്കും അവിടെ നെറ്റ് സംഭവിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്താൻ വേണ്ടിയിട്ട്. ഇനി ഇതേ സമയത്ത് ഡിക്രീസ് ആണ് സംഭവിച്ചെങ്കിൽ ഇതിന്റെ കേസ് തന്നെ ഇപ്പൊ 25 തന്നെയാണ് എടുക്കുക കേട്ടോ. ആദ്യം 20% ഡിക്രീസ് സംഭവിച്ചു, പിന്നെ ഒരു 5% ഡിക്രീസ് സംഭവിച്ചു, അപ്പൊ ഡിക്രീസ് ആയതുകൊണ്ട് മൈനസ് എടുത്തു അല്ലെ. ദെൻ മൈനസ് ഇൻറ്റു മൈനസ് എന്താ വരാ, പ്ലസ് അല്ലെ. അപ്പൊ 20 × 5 / 100. സോ എന്താ സംഭവിച്ച, -20, ഇവിടെ നമുക്കറിയാം ഇത് രണ്ടും വെട്ടിപ്പോകും, ഇവിടെ ബാക്കി ഒന്നുണ്ടാവും അല്ലെ. അപ്പൊ -20 - 5 -25 +1 എന്ന് പറയുമ്പോൾ എത്ര വരും, -24. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, -24% എന്ന് പറയുമ്പോൾ എന്താണ്, 24% ഡിക്രീസ് ആയിരിക്കും അവിടെ നെറ്റ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, if the population of a city is 35,000 in 2000 and it increases 5% in 2001 and the next year it again decreases by it decreases by 10%, then the population at the end of 2022. ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ചെയ്യാം, അതായത് 35,000ന്റെ നെറ്റ് പെർസെന്റേജ് ആണ് അവിടെ ഡിക്രീസ് സംഭവിക്കുക അല്ലെങ്കിൽ ഇൻക്രീസ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ മെത്തേഡിൽ കണ്ടുപിടിക്കാം. ഒന്ന്, ഓക്കെ, അല്ലെങ്കിൽ 35,000ത്തിന് ആദ്യം 2001 എത്ര പെർസെന്റേജ് ഇൻക്രീസ് ആയി, അപ്പൊ 35,000ത്തിന് 5% കണ്ടുപിടിക്കാം. ദെൻ അടുത്ത വർഷം എന്ത് സംഭവിച്ചു, 10% കുറഞ്ഞു, എന്നിട്ട് ആ കിട്ടിയ 2001 എത്രയാണോ പോപ്പുലേഷൻ അതിന്റെ 10% കുറഞ്ഞു എന്നുള്ള ലെവലിൽ ചെയ്യാം. പക്ഷെ അപ്പൊ നമുക്ക് 2-3 പ്രാവശ്യം പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതിന് പകരം നമുക്ക് നെറ്റ് ആയിട്ട് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം, അതായത് ആദ്യം ഇൻക്രീസസ് ബൈ 5% അല്ലെ. അപ്പൊ നമ്മൾ എന്തെടുത്തു, +5% എടുത്തു അല്ലെ. യെസ്, ഒരു മിനിറ്റ്, +5 എന്ന് എടുത്തു. ദെൻ എന്താ സംഭവിച്ചത്, നെക്സ്റ്റ് ഇയറിൽ ഇറ്റ് ഡിക്രീസസ് ബൈ 10%, അഗെയിൻ ഡിക്രീസസ് എന്നുള്ളതിന് പകരം ഡിക്രീസസ് വായിക്കണേ. ഓക്കെ, 10%, അപ്പൊ +5 -10. ദെൻ നമുക്കറിയാം പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ എന്താ എഴുതേണ്ടത്, മൈനസ് ആണ് എഴുതേണ്ടത്. 5 × 10 ഡിവൈഡഡ് ബൈ 100 അല്ലെ. സോ +5 എന്ന് പറയുമ്പോൾ 5 - 10 എത്ര കിട്ടും, -5 എന്ന് കിട്ടും. ദെൻ ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആയി പോകും, 0 0 ക്യാൻസൽ ആയി പോയി അല്ലെ. 5 × 1 എന്ന് പറയുമ്പോൾ 5 അല്ലെ, 5/10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2, അപ്പൊ 1/2 എന്ന് വെച്ചാൽ -5 -1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് -5 -1/2 എന്ന് പറയുമ്പോൾ എത്രയാണ്, -5.5% എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 5.5% ഡിക്രീസ് ആണ് സംഭവിച്ചേക്കണം. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി,
50,000ത്തിന്റെ 5.5% എത്രയാന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് 50,000 അത് കുറയ്ക്കാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ഓപ്ഷൻ ആദ്യം തന്നെ കട്ട് ചെയ്യാം. എന്തായാലും 30,000-നേക്കാൾ ചെറുതാണ് ആൻസർ എന്നുള്ള ഉറപ്പാണ്. സോ അപ്പൊ എന്തായാലും നമുക്ക് 38,245 അല്ല കിട്ടുക എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. 5.5% കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിക്കാം. 30,000ത്തിന്റെ 5% എത്രയായിരിക്കും? 30,000ത്തിന്റെ 5.5% കണ്ടുപിടിക്കണമെങ്കിൽ 5% പ്ലസ് 0.5% കണ്ടുപിടിച്ചാൽ മതിയല്ലോ. 30,000ത്തിന്റെ 10% എത്രയാ? 3,500 അല്ലെ? 3,500 ആയിരിക്കും 10%. അപ്പോ അങ്ങനെയാണെങ്കിൽ 5.5% വരുമ്പോൾ 3,500ന്റെ പകുതി. 3,000ത്തിന്റെ പകുതി 1,500. 500ന്റെ പകുതി എത്ര വരിക? 250. സോ 1,500 പ്ലസ് 250 1,750 ആയിരിക്കും 5% ആണല്ലോ. 5% 1,750 ആണെങ്കിൽ എത്രയായിരിക്കും? 0.5%. നോക്കൂ ഇവിടുത്തെ വ്യത്യാസം എന്താ? ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5%-ന് മുമ്പിലായിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0.5% വായിച്ചൂടെ? അപ്പൊ അതേപോലെ ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ എത്ര വരും? 175 ആയിരിക്കും അല്ലെ? 1,750 175 കൂട്ടിയാൽ നമുക്ക് 5.5% കിട്ടും. എത്ര വരും? 1,750 പ്ലസ് 175 1,750 100 1,850 പിന്നെ ഒരു 75 അല്ലെ? 1,850 75 കൂട്ടിയാൽ എത്ര കിട്ടും? 1,925 എന്ന് കിട്ടും. സോ 1,925 കുറവായിരിക്കും ഇവിടെ വരാം. സോ അപ്പൊ എത്രയെന്ന്? 30,000-ന്ന് 1,925 കുറയ്ക്കണം അല്ലെ? അപ്പൊ 30,000 മൈനസ് 1,925. ആദ്യം നമുക്ക് 30,000 മൈനസ് 2,000 ചെയ്ത് നോക്കാം. 1,925 2,000 തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു 75ന്റെ വ്യത്യാസമുള്ളൂ. 30,000 മൈനസ് എത്ര? 2,000 33,000 വരും അല്ലെ? 33,000ത്തിന്റെ ഒപ്പം ഒരു 75 നമ്മൾ അവിടെ എക്സ്ട്രാ കുറച്ചുണ്ടായിരുന്നു, അത് കൂട്ടി കൊടുക്കുക. സോ 33,075 ആയിരിക്കും ആൻസർ. അല്ലെങ്കിൽ കുറയ്ക്കാം കേട്ടോ, എഴുതി കുറയ്ക്കാം. പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ എഴുതി കുറയ്ക്കാം. എന്നാലും കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 33,075 ആയിരിക്കും 2022. ഇത് വേണമെങ്കിൽ മറ്റു രീതിയിലും ചെയ്യാം കേട്ടോ. 30,000-ന് 5% കണ്ടുപിടിച്ച് ആദ്യം 30,000-ത്തിന്റെ ഒപ്പം കൂട്ടാം, എന്നിട്ട് അതിന്റെ 10% കണ്ടുപിടിച്ച് കുറയ്ക്കാം. അങ്ങനെയും ചെയ്യും. നോ പ്രോബ്ലം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോയാലോ? യെസ്, ഒരു ബാർ ചാർട്ട് ആണ് തന്നിരുന്നത് അല്ലെ? പകുതി മുക്കാലും നമുക്ക് എക്സാമുകളിൽ തരുന്നു എന്തെങ്കിലും രൂപത്തിലായിരിക്കും, ടേബിൾ രൂപത്തിലായിരിക്കും തരും. പക്ഷെ നമുക്ക് പലപ്പോഴും ഇങ്ങനെയും എക്സ്പെക്ട് ചെയ്യാം. പാരഗ്രാഫ് ഒക്കെ നിങ്ങളുടെ എന്താ പറയുക ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നമ്മുടെ സിലബസിലുള്ള സാധനം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് മാത്രം ഇട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എന്താണ് പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്? അവിടെ തന്നിരിക്കുന്നത് 4 ഡിഫറെന്റ് സിറ്റി അല്ലെ? കൊച്ചി, ചെന്നൈ, ഡൽഹി, മുംബൈയിലുള്ള അല്ലെ 3 ഡിഫറെന്റ് ഐറ്റംസിന്റെ എന്താണ് വിറ്റ ഒരു കണക്കാണ് തന്നിരിക്കുന്നത് അല്ലെ? എ എന്ന് പറയുന്ന ഐറ്റം എത്ര വിറ്റു, ബി എന്ന് പറയുന്ന ഐറ്റം എത്ര വിറ്റു, സി എന്ന് പറയുന്ന ഐറ്റം എത്ര വിറ്റു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ ഈ കളറിന് അല്ലെ? ഏതാണ്? നമ്മുടെ നീല കളർ എ ആണ്, ബി ഓറഞ്ച് കളർ, സി ഗ്രേ കളർ അല്ലെ? ഇതാണ് തന്നിരിക്കുന്നത്. അതായത് അത് നമുക്ക് ഇവിടുന്ന് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റണേ. താഴത്തെ ഈ സംഭവത്തിൽ എ ബി സി എന്താണ് സംഭവങ്ങൾ എന്നുള്ളത് അല്ലെ? ഇതാ ഇവിടെ അല്ലെ? എ ബ്ലൂ ആണ്, ബി ഓറഞ്ച് ആണ്, സി ഗ്രേ ആണ് എന്നുള്ള സാധനം മനസ്സിലാക്കാം. കൊച്ചിയിലാണെങ്കിൽ എ എത്ര എണ്ണം വിറ്റു? 350 എണ്ണം വിറ്റു. കൊച്ചിയിൽ തന്നെ നമ്മുടെ ബി എത്ര എണ്ണം വിറ്റു? 460 എണ്ണം വിറ്റു. സി 320 എണ്ണം വിറ്റു എന്നുള്ളതാണ് അതിന്റെ കണക്ക്. പിന്നെ എന്താ ചോദ്യം? ദ നമ്പർ ഓഫ് ഐറ്റം എ സോൾഡ് ഇൻ ചെന്നൈ ഈസ് വാട്ട് % ഓഫ് ടോട്ടൽ ഐറ്റം സി സോൾഡ് ഇൻ ഡൽഹി അല്ലെ? അപ്പോ നമ്പർ ഓഫ് ഐറ്റം എ സോൾഡ് ഇൻ ചെന്നൈ, ചെന്നൈയിൽ എ എത്ര എണ്ണ വിറ്റിരിക്കുന്നത് നോക്കി? എ വിറ്റിരിക്കുന്നത് 250 എണ്ണ അല്ലെ? അപ്പൊ 250 എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ചെന്നൈയിൽ 250 എണ്ണാണ്. സോ ആ 250 എന്ന് പറയുന്നത് is what % ഓഫ് ടോട്ടൽ ഐറ്റം സി സോൾഡ് ഇൻ ഡൽഹി. സി ഡൽഹിയിൽ എത്ര എണ്ണ വിറ്റിരിക്കുന്നത്? 450 എണ്ണ അല്ലെ? ഈ 450ന്റെ പെർസെന്റേജ് ആണ് 250 എന്നുള്ളതാണ് ചോദ്യം അല്ലെ? 450ന്റെ എത്ര പെർസെന്റേജ് ആണ് 250 എന്നുള്ളതാണ് ചോദ്യം. സോ എത്ര പെർസെന്റേജ് ആയിരിക്കും? നമ്പർ ഓഫ് ഐറ്റം എ സോൾഡ് ഇൻ ചെന്നൈ അല്ലെ is what % of total items C sold in Delhi എന്ന് പറയുമ്പോൾ യെസ് 450 എത്ര പെർസെന്റേജ് ആണ് 250 എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ചെറിയൊരു മിസ്റ്റേക്ക് ആ ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതില് നമുക്ക് എത്ര പെർസെന്റേജ് ആയിരിക്കും കിട്ടുക? അതിന്റെ ആൻസർ എന്തായാലും എന്തല്ല, ഇതിൽ ഓപ്ഷൻസിൽ ഇല്ല കേട്ടോ. 450ന്റെ എത്ര പെർസെന്റേജ് ആണ് 250 എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 0 വെട്ടിപ്പോവും അല്ലെ? പിന്നെ വേണമെങ്കിൽ നമുക്ക് 25നെയും 45നെയും വെട്ടി ചെറുതാക്കാം. എത്ര പ്രാവശ്യം പോവും? 25 5ൽ 5 പ്രാവശ്യം 9 പ്രാവശ്യം അല്ലെ? അപ്പൊ 500/9 എന്നാണ് ഇവിടെ വരിക. 500/9 നമ്മൾ ചെറുതാക്കുമ്പോൾ എത്ര കിട്ടാം? 9ല് 9 എത്ര പ്രാവശ്യം പോവും? 5 45 അല്ലെ? വീണ്ടും 5 ശേഷം 50ല് വീണ്ടും 5 45 വീണ്ടും 5 ശേഷം 55.555 അങ്ങനെയാണ് പോവുക അവിടെ അല്ലെ? അല്ലെങ്കിൽ 55.
എത്ര വരിക 45 5 ശിഷ്ടൽ വരിക 5/9% ആയിരിക്കും വരിക. ഇവിടുത്തെ ഓപ്ഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, സോ ഓപ്ഷനിൽ അതിന്റെ ആൻസർ ഇല്ല. 55/9% ആയിരിക്കും അവിടുത്തെ ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. The total number of items sold in Delhi is approximately what percentage more than total items sold in Mumbai? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡൽഹിയിലെ ടോട്ടൽ ഐറ്റംസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡൽഹിയിൽ എത്രയൊക്കെയാ വിറ്റിരിക്കുന്നത് നോക്കി. 500, 350, 450. എത്ര വിറ്റിരിക്കുന്നത് ഡൽഹിയിലെ ടോട്ടൽ? 500 പ്ലസ് 350 പ്ലസ് 450 എത്ര കിട്ടാം? 350 450 കൂട്ടിയാൽ 800 കിട്ടും അല്ലെ? 350 പ്ലസ് 450 800. 800 പ്ലസ് 500 എത്ര കിട്ടാം? 1300 ആണ് ഡൽഹിയിൽ ടോട്ടൽ വിറ്റിരിക്കുന്നത്. ഓക്കെ, ഡൽഹിയിൽ ടോട്ടൽ വിറ്റിരിക്കുന്ന എണ്ണ എത്രയാണ്? 1300 ആണ്. ഇനിയോ മുംബൈയിലോ? മുംബൈയിലാണെങ്കിൽ എത്ര വിറ്റിരിക്കുന്നു നോക്കി. മുംബൈയിലെ ലാസ്റ്റത്തെ കേസിൽ 200, 300, 500, 500, 300, 800, 850, 850 അല്ലെ? അതായത് 200 പ്ലസ് 350 പ്ലസ് 300 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 850 എന്ന് കിട്ടും. ഇനി എന്താ ചോദ്യം? ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ഇൻ ഡൽഹി ഇസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റേജ് മോർ ദാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ എത്ര പെർസെന്റേജ് മോർ ആണ്, എത്ര പെർസെന്റേജ് കുറവാണ്, എത്ര പെർസെന്റേജ് ലെസ് ആണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഇവര് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. 850ഉം 1300 തമ്മിലുള്ള ഡിഫറൻസ് കാണാം. എത്രയാണ് 850ഉം 1300 തമ്മിലുള്ള വ്യത്യാസം? 850 മൈനസ് 1300 എത്ര വരാം? 850 1300 കുറച്ച് കഴിഞ്ഞാൽ 1300 മൈനസ് 850 എന്ന് പറയുമ്പോൾ 1300 800 കുറച്ച 500 കിട്ടും അല്ലെ? 50 കൂടെ കുറച്ച 450 കിട്ടും. ആ 450 എന്ന് പറയുന്നത് മുംബൈയിലെ ടോട്ടൽ എത്രയാണ് വിറ്റിരിക്കുന്നത്? നമ്മുടെ 850 അല്ലെ? ഈ 850ന്റെ എത്ര പെർസെന്റേജ് ആണ് 450 എന്നുള്ളതാണ് ചോദ്യം. 850ന്റെ എത്ര പെർസെന്റേജ് ആണ് 450 എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എത്ര പെർസെന്റേജ് ആയിരിക്കും? നമുക്കറിയാം 850ന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ക്വസ്റ്റ്യൻ അകത്തുണ്ട് അല്ലെ? 850ന്റെ എത്ര പെർസെന്റേജ് ആണ് 450 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 850ന്റെ നമുക്കറിയാം ഇവിടെ 0 വെട്ടിക്കളയാൻ വേണ്ടി പറ്റും അല്ലെ? പിന്നെ അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റേജ് എന്നുള്ളതല്ലേ ചോദ്യം. അപ്പൊ അപ്രോക്സിമേറ്റ്ലി പെർസെന്റേജ് ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം, അതായത് അപ്രോക്സിമേറ്റ്ലി ആണ് ചോദ്യം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല. അതായത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ആൻസർ. അപ്പൊ 850 എന്ന് പറയുന്നത് 850ന്റെ പകുതി എത്രയാ? 850ന്റെ പകുതി എന്ന് പറയുമ്പോൾ 425 ആണ് അല്ലെ? 425 അല്ലെ? ആ 425നേക്കാൾ കുറച്ച് കൂടുതലല്ലോ 450 എന്ന് പറയുമ്പോൾ അല്ലെ? ഒരു 25 കൂടുതൽ. 850ന്റെ 1% എത്രയായിരിക്കും? 8.5 അല്ലെ? അപ്പൊ 2% എത്രയായിരിക്കും? 17. ഏകദേശം എത്രയായിരിക്കും? ഒരു 52% ഒക്കെ ആയിരിക്കും വരിക. അതായത് 850ന്റെ 50% 425. പക്ഷെ അതിനേക്കാൾ 25 കൂടുതലാണ് 450 എന്ന് പറയുന്നത്. അപ്പൊ 50നേക്കാൾ കുറച്ച് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ 60ന്റെ അത്രയൊന്നും പോയിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഓപ്ഷനിൽ ഇത് മാത്രമേ ഉള്ളൂ, 52% എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് എഴുതി? 52% ആയിരിക്കും വരിക. 52.something% ആയിരിക്കും കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ആവറേജ് നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. പി എത്ര എണ്ണം എല്ലാ സിറ്റിയിലും കൂടെ ചെയ്തുകൊള്ളു. നമ്മൾ പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം അല്ലാതെ പക്ഷെ ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ഡിവൈഡഡ് ബൈ എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബി എത്ര എണ്ണം വിറ്റിട്ടുണ്ട് നമുക്ക് നോക്കാം. ഓരോന്നിലും ആദ്യം കൊച്ചിയിൽ 460 അല്ലെ? സോ അപ്പോ 460 പ്ലസ് ചെന്നൈയിൽ എത്ര എണ്ണം വിറ്റു? 350 വിറ്റു. 350 പ്ലസ് അഗെയിൻ ഡൽഹിയിൽ എത്ര എണ്ണം വിറ്റു? 350 തന്നെയാണ് വിറ്റിരിക്കുന്നത് അല്ലെ? അപ്പൊ 350 പ്ലസ് മുംബൈയിലും 350 തന്നെയാണ് വിറ്റിരിക്കുന്നത്. 350 ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര കൊണ്ട് ഹരിക്കണം? നമ്മൾ ഡിവൈഡഡ് ബൈ 1 2 3 4 സിറ്റികളിലുള്ള 4 കൊണ്ട് ഹരിക്കണം. എത്ര വരിക? 350 പ്ലസ് 350 700. 700 പ്ലസ് 350 1050. 1050 പ്ലസ് 460. 1050 പ്ലസ് 460 എത്രയായിരിക്കും ആലോചിച്ച്? 1050 പ്ലസ് 460 ഇവിടെ 0 കൂട്ടി 5 6 11 ബാക്കി 1 അല്ലെ? 1510 എന്ന് കിട്ടി. ഈ 1510നെ 4 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലെ? അപ്പൊ എത്ര പ്രാവശ്യം പോകും നോക്കി? 3 4 12 അല്ലെ? ബാക്കി 31ൽ 7 4 28 അല്ലെ? 28 നമുക്ക് ഏകദേശം ആൻസർ കിട്ടി. 7 370 അല്ലെ? നമുക്ക് ഏതായിരിക്കും ആൻസർ? 377.5 ആയിരിക്കും. കാരണം 3 7 സെക്കൻഡ് ലെറ്റർ 7 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെ? ഫസ്റ്റ് ലെറ്റർ 3 വരുന്ന 3 ഓപ്ഷൻസ് തന്നെ. പക്ഷെ സെക്കൻഡ് ലെറ്റർ 7 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. 377.5. അപ്പൊ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്യാം. ദിവസത്തിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The total number of item A sold in cities Kochi, Chennai and Mumbai together is what percentage of total number of items C sold in Chennai?
അപ്പൊ നമുക്ക് നോക്കേണ്ടത് എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം എ സോൾഡ് ഇൻ സിറ്റീസ് കൊച്ചി, ചെന്നൈ ആൻഡ് മുംബൈ. കൊച്ചിയിൽ എത്രണ്ണം സോൾവ് ചെയ്തിരിക്കുന്നു? 350. ചെന്നൈയിൽ 250 അല്ലെ? പിന്നെയോ മുംബൈയിൽ എത്രണ്ണം സോൾവ് ചെയ്തിരിക്കുന്നത്? 200 എണ്ണാണ് സോൾവ് ചെയ്തിരിക്കുന്നത് അല്ലെ? 350ഉം 250ഉം കൂട്ടും 700 കിട്ടും നമുക്ക് അല്ലെ? സോറി 600 കിട്ടും നമുക്ക്. 350ഉം 250ഉം കൂട്ടുമ്പോൾ 300ഉം 200ഉം 500 50 9 100 400 400 പ്ലസ് 200 എന്ന് പറയുമ്പോൾ 800 എണ്ണാണ് അവിടെ വിറ്റിരിക്കുന്നത്. ഇനി സി സോൾഡ് ഇൻ ചെന്നൈ. ചെന്നൈയിൽ എത്ര എണ്ണ സി സോൾഡ് ചെയ്തിരിക്കുന്നു നോക്കിക്കേ. ചെന്നൈയിൽ 400 എണ്ണ അല്ലേ? അപ്പൊ ആ 400ന്റെ എത്ര പെർസെന്റേജ് ആണ് 800 എന്നുള്ളതാണ് ചോദ്യം അല്ലേ? അപ്പൊ 400ന്റെ എത്ര പെർസെന്റേജ് ആയിരിക്കും 800? നമുക്കറിയാം 400ന്റെ ഇരട്ടിയല്ലേ 800. അപ്പൊ എത്ര പെർസെന്റേജ് ആയിരിക്കും? 400ന്റെ 100% വെച്ച് നോക്കുമ്പോൾ 400. സോ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 200% ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ വഴിയുണ്ട്. നമ്മൾ നേരെ പകുതി എന്നുള്ള ലെവൽ വെച്ച് 50% എഴുതി വെക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഇരട്ടിയാണ്. സോ എത്ര എഴുതി വരാം? 200%. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇൻ കൊൽക്കത്ത ദ നമ്പർ ഓഫ് ഐറ്റംസ് സി സോൾഡ് വാസ് 33 1/3% ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഐറ്റംസ് സി സോൾഡ് ഇൻ ഡൽഹി. ഓക്കെ, കൊൽക്കത്ത എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അപ്പൊ കൊൽക്കത്തയിൽ സപ്പോസ് കൊൽക്കത്ത എന്ന് പറയുന്ന ഒരു എന്താ പറയാ സ്ഥലത്ത് കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഐറ്റം സി അല്ലെ, ഐറ്റം സിയുടെ എണ്ണം എത്രയാണ്? നമ്മുടെ ഡൽഹിയിൽ എത്രയാണ് ഐറ്റം സി സോൾവ് ചെയ്തിരിക്കുന്നത്? ഡൽഹിയിൽ ഐറ്റം സി സോൾവ് ചെയ്തിരിക്കുന്നത് 450 ആണ്. ആ 450നേക്കാൾ 33 1/3% ലെസ് ആണ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 450 33 1/3% എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സംഖ്യയുടെ 33 1/3% കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ 450/3 എത്ര കിട്ടാ? 150. അപ്പൊ എന്താണ് അർത്ഥം? 450നേക്കാൾ 150 കുറവായിരിക്കും. 33 1/3% എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്രയും കുറവായിരിക്കുന്നതാണ്. അപ്പൊ 450 മൈനസ് 150, 450 മൈനസ് 150 എത്രയാ? 300 ആയിരിക്കും ആൻസർ. സോ അപ്പൊ എത്ര എണ്ണമായിരിക്കും വിറ്റിട്ടുണ്ടാവും? 300 എണ്ണമായിരിക്കും ഐറ്റം സി കൊൽക്കത്തയിൽ വിറ്റിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അത് കൃത്യമായി തന്നെ എന്താ പറയാ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നമ്മുടെ എക്സാമിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത്തരം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ഒരാഴ്ചത്തെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചയിലെ ചോദ്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.